ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളുടെയും കമൻസുകളും ഒക്കെ ഞാൻ വായിച്ചു ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവർക്കും സുഖമുണ്ടാകണം, അസുഖങ്ങളൊക്കെ മാറണം. എല്ലാ മക്കളും, ചില മക്കളൊക്കെ വിളിച്ച് പറയുന്നു അമ്മയെ സുഖം, ഓരോ അസുഖങ്ങൾ പറയുന്നു. എല്ലാവർക്കും ഭഗവാനോട് പറയുന്നു, ഈശ്വരൻ എല്ലാവരെയും കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം, അതുപോലെ തന്നെ രോഗശാന്തി ഉണ്ടാവണം, ശാന്തി സമാധാനം എല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത പാരായണം യയാതി ചരിതമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതായത് യയാതി ദേവയാനിയെ വേട്ടു. അത് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, യയാതി എങ്ങനെ ഒരു വിപ്ര കുട്ടി, അത് വിപ്ര കന്യകയാണ്, ഈ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി. അപ്പോൾ ഒരു രാജകുടുംബത്തിൽ നിന്ന് വേണ്ടേ രാജാക്കന്മാർ കെട്ടാൻ, അതുകൊണ്ട് എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ച് അങ്ങനെ ശ്രീശുക മഹാമുനി അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞ് നമ്മൾ കുറച്ച് ഇന്നലെ വായിച്ചു. അത് ദാനവേന്ദ്രനാകുന്ന വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും ആ ശർമ്മിഷ്ഠയുടെ സഹസ്രം സഹിമാരും അതായത് ഗുരുവാകിയ ഈ ദൈത്യരാജൻ്റെ, അതായത് വൃഷപർവാവിൻ്റെ ഗുരുവാകിയ ശുക്രൻ്റെ മകളാണ് ദേവയാനി. അപ്പം ഈ പറഞ്ഞ ശർമ്മിഷ്ഠയുടെ അച്ഛൻ്റെ ഗുരുവാണ് രാജകുമാരൻ്റെ, അതായത് ഈ വൃഷപർവാവിന് ഗുരുസ്ഥാനത്താണ് ശുക്രാചാര്യർ. അപ്പോൾ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും ശർമ്മിഷ്ഠയുടെ ദാസിമാരെല്ലാം കൂടെ എന്ത് വന്നു, ഉദ്യാനങ്ങളിലെല്ലാം ഇങ്ങനെ ക്രീഡിച്ച് നന്നായിട്ട് അവർ സന്തോഷിച്ച് കൂട്ടുകാരെല്ലാം ഒത്തിങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് സന്തോഷം പൂണ്ട് അവർ നദിയിൽ ചെന്ന് നദിയിൽ ചെന്ന് വസ്ത്രങ്ങളൊക്കെ അഴിച്ച് തീരത്ത് വച്ചിട്ട് അവർ നദിയിൽ ജലക്രീഡ നടത്തി. സഹസ്രം സഹിമാരും ശർമ്മിഷ്ഠയും രാജകുമാരിയല്ലയോ, അതുപോലെ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും എല്ലാവരും ചേർന്ന് അങ്ങനെ ജലക്രീഡ നടത്തി നദിയിൽ. അപ്പോൾ അതായത് ആകാശത്ത് നിന്ന് ഭഗവാൻ ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ വരുന്നു, ഗമിച്ച് വരുന്നു, അതായത് ആകാശമാർഗേ വരുന്നു. അത് കണ്ടപ്പോൾ എന്ത് വന്നു, ഇവർ കണ്ടു, ഇവരിങ്ങനെ നദിയിലിങ്ങനെ വസ്ത്രമൊക്കെ ഊരി കരയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്രീഡ നടത്തുമല്ലയോ. അപ്പോൾ അവർ കണ്ടപ്പോൾ പെട്ടെന്ന് കരയ്ക്ക് കയറി വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഉടുത്ത്. പക്ഷേ ഭഗവാനെ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ആരുടെ വസ്ത്രം എടുത്ത് ഉടുക്കുമെന്നും അറിയാതെ തന്നെ ദേവയാനിയുടെ വസ്ത്രം എടുത്ത്, അത് ഗുരുപുത്രിയാണ് ദേവയാനി. ശർമ്മിഷ്ഠ അത് വൃഷപർവാവിൻ്റെ ദാനവേന്ദ്രൻ്റെ മകൾ. അപ്പോൾ ദാനവന്മാരുടെ ഇന്ദ്രനാണ് വൃഷപർവാവ്. അപ്പോൾ അവിടെ ഇത്തിരി കേമത്വമുണ്ട്. അപ്പോൾ ശർമ്മിഷ്ഠ എന്ന് പറഞ്ഞാൽ ദാനവ ഇന്ദ്രൻ്റെ മകളാണ്. അപ്പോൾ അവളാണ് എടുത്ത് കൊടുത്തത് ഈ ഗുരുപുത്രിയുടെ വസ്ത്രം. അപ്പോൾ അത് ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗുരുപുത്രി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ശുദ്ധിയും വെടുപ്പൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ദേവയാനി കോപിച്ചു. അങ്ങനെ കോപിച്ച് നിന്നപ്പോൾ വംശത്തെ പറ്റിയൊക്കെ പറഞ്ഞു. എൻ്റെ പിതാവാണ് നിനക്കുള്ള അച്ഛൻ, അത് ശുക്രാചാര്യർക്ക് ആഹാരങ്ങളും വസ്ത്രങ്ങളെല്ലാം തരുന്നത്. യാചിച്ച് വന്ന് ഞങ്ങളുടെ ഭവനത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്? എൻ്റെ പിതാവ് വിചാരിച്ചിട്ടല്ലയോ നിങ്ങൾക്കിതൊക്കെ തരുന്നത്. അപ്പോൾ പിന്നെ ഗുരുപുത്രിക്ക് ഇതൊക്കെ, കാരണം ഗുരുക്കന്മാരങ്ങനെയാണ്, പല ശിഷ്യന്മാരുടെയും ഇങ്ങനെ അവരങ്ങനെയാണ്, അവർ വിപ്രന്മാരാണ്. അപ്പോൾ അതിന് ശർമ്മിഷ്ഠ ഇങ്ങനെ ഒരുപാട് കോപിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ വസ്ത്രം ദാസിമാർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനിയും വഴക്ക് പറഞ്ഞു. എന്തായാലും കൊള്ളാം, അവസാനം കിണറ്റ് തള്ളിയിട്ടു.
ദേവയാനിയെ പിന്നെ വൃഷപർവാവിൻ്റെ മകളായ ശർമ്മിഷ്ഠ ഒരു കൂപത്തിൽ തള്ളിയിട്ടിട്ട് അത് പോയി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം. നമുക്കതിൻ്റെ ബാക്കി വായിക്കാം. നമുക്കിന്ന് ഇത്തിരി കയറ്റി വായിക്കാം. അതായത്, ഗുരുപുത്രിയാം ദേവയാനി തന്നുടെ വസ്ത്രം പരിചോടുടുത്തിതു ശർമ്മിഷ്ഠ അറിയാതെ. അപ്പോൾ കോപിച്ചു ദേവയാനി, അതായത് ശുക്രാചാര്യരുടെ മകൾ. ഇത് ഞാൻ വായിച്ചുകൊണ്ട് കാണിച്ചു തരാത്തത്. ഇത് ഈ ഭഗവാന്റെ പടം ഇങ്ങനെ ഇത്തിരി ഇതിലോട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ കാര്യം എന്താന്ന്. അപ്പോൾ ഗുരുപുത്രി ദേവയാനിയുടെ ഈ വസ്ത്രം ശർമ്മിഷ്ഠ അറിയാതെ ഉടുത്തപ്പോൾ കോപിച്ചു ഗുരുപുത്രി ദേവയാനി. ശർമ്മിഷ്ഠയോട് പറയുന്നു, അത് വൃഷപർവാവിൻ്റെ മകളോട് പറയുന്നു, പാപിഷ്ടേ മമ വസ്ത്രം നിനക്ക് ധരിക്കാമോ? എത്രയും ശുദ്ധമാകും ഹവിസ് ശുനികൾക്ക് സത്വരം പൂജിക്കാമോ? ദുർമതേ ദുരാചാരേ, അതായത് എത്രയും ശുദ്ധമാകുന്ന ഹവിസ് പെൺകുട്ടികൾക്ക് പൂജിക്കാമോ? അതുപോലെ അല്ലയോ ഈ വസ്ത്രവും ഉത്തമം വിപ്രവംശം, അതിലും ഉത്തമമാണ് വിപ്രവംശം എന്ന് വെച്ചാൽ ബ്രാഹ്മണവംശം. ഭൃഗുവംശം എത്രയും മുഖ്യം അതിലുമല്ലോ, അതിലും വലുതാണ് ഭൃഗുവംശം. അതായത് ശുക്രാചാര്യ ഭൃഗുമുനിയല്ലയോ. അതുകൊണ്ട് ഇത് ഇത്രയും വലിയ വംശമാണ്. അത് അത്ര ജ്ഞാനമുള്ള വംശം. വിപ്രവംശത്തിലും മുഖ്യമാണ് ഭൃഗുവംശം. അതിലല്ലയോ ഞാൻ ജനിച്ചത് എന്ന് ഇവിടെ ദേവയാനി പറയുന്നു. പിന്നെ നീചകർമ്മങ്ങൾ ചെയ്യും ദൈത്യവംശത്തിലല്ലോ നീചേ നീ പിറന്നതും അന്തരം തമ്മിൽ പാരം. അതായത് ശർമ്മിഷ്ഠ നീചവംശത്തിലാണ് ദൈത്യവംശം. അതിൽ എന്തൊക്കെയാണ് ചെയ്യുക? നീച കർമ്മങ്ങൾ ചെയ്യുന്നവരല്ലയോ നിങ്ങൾ. കാരണം ഗുരുക്കന്മാരും ഇങ്ങനെ സന്യാസികളൊന്നും നീചകർമ്മം ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് രാജാവാണെങ്കിലും നീ നീചകർമ്മം ചെയ്യുന്ന ദൈത്യവംശത്തിലല്ലോ നീചേ നീ പിറന്നത്. നമ്മൾ അന്തരം തമ്മിൽ പാരം, തമ്മിൽ വലിയ വലിയ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. എന്നുടെ താത ശിഷ്യനല്ലയോ തവ താതൻ, എൻ്റെ പിതാവായ ശുക്രാചാര്യരുടെ ശിഷ്യനല്ലയോ ശർമ്മിഷ്ഠയുടെ താതൻ. ഇന്നു നീ മമ ദാസി അല്ലയോ മഹാമൂഢ, അതുകൊണ്ട് ദേവയാനിയുടെ ദാസി അല്ലയോ ഈ ശർമ്മിഷ്ഠ എന്ന് പറഞ്ഞു. സ്വാമിനിയുടെ, അതുകൊണ്ട് ദാസിമാർ സ്വാമിനിയുടെ വസ്ത്രം ഉടുക്കാമോ? സ്വാമിനിയുടെ വസ്ത്രം ദാസിമാർക്ക് ഉടുക്കാമോ? കാമമുണ്ടെങ്കിൽ ഇരന്നീടുകൾ തരാമല്ലോ എന്ന് ദേവയാനി പറഞ്ഞു. ഇത്തരം അധിക്ഷേപ വാക്കുകൾ കേട്ടപ്പോൾ നേരം എത്രയും കോപത്തോടും ശർമ്മിഷ്ഠദാനം ചൊന്നാൾ. അത്രയും ദേഷിച്ച് ദേവയാനി, അവർ കൂട്ടുകാരാണ്, സഹികളാണ്, എന്നിട്ട് ഇത്രയും ഒരു വസ്ത്രത്തിനുവേണ്ടി ഇത്രയും കോപത്തോട് പറഞ്ഞപ്പോൾ ശർമ്മിഷ്ഠ പറയുന്നു, തന്നെ വൃത്താന്തങ്ങൾ ഒന്നുമേ നനയ്ക്കാതെ നന്നു നീ ചൊന്ന വാക്ക് ലജ്ജയാകുന്നു കേട്ടാൽ. നിന്റെ വൃത്താന്തങ്ങളും നീ മനസ്സിലാക്കാതെ കൊണ്ടാണ് നീ ഇത്രയും പറയുന്നത്. കാരണം നിന്റെ വൃത്താന്തം എന്താ? നീ ഈ ശിഷ്യനായ വൃഷപർവാവിൻ്റെ രാജധാനിയിലല്ലേ വന്നതൊക്കെ ശിഷ്യനാണല്ലോ. അപ്പം ഒരു ഗുരു വരുമ്പോൾ ശിഷ്യനെല്ലാം കൊടുത്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതാ വസ്ത്രവും ആഹാരങ്ങളെല്ലാം എൻ്റെ താതനല്ലേ നിനക്ക് തരുന്നത്. ഈ കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കാതെ നനയ്ക്കാതെയാണ് നീ ഈ വാക്കുകളൊക്കെ പറയുന്നത്. തന്നുടെ വൃത്താന്തങ്ങൾ ഒന്നുമേ നനയ്ക്കാതെ നന്നു നീ ചൊന്ന വാക്ക് ലജ്ജയാകുന്നു കേട്ടാൽ. കൊള്ളാം, നല്ലതാ നീ പറയുന്നത്, എനിക്ക് കേട്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നെന്ന് ശർമ്മിഷ്ഠ പറഞ്ഞു. എന്നുടെ താതനോട് യാചിച്ച് ഭുജിക്കുന്ന നിന്നുടെ താതൻ തന്നെ ഞാൻ അറിഞ്ഞിടും മൂഢേ. എൻ്റെ പിതാവായ വൃഷപർവാവിൻ്റെ അടുക്ക നിന്ന് നിൻ്റെ പിതാവ് യാചിച്ചൊക്കെ കൊണ്ടുവന്നാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതൊക്കെ. അതുകൊണ്ട് അതൊക്കെ എനിക്കറിയാം മൂഢേ എന്ന് തിരിച്ച് ദേവയാനിയെ ശർമ്മിഷ്ഠയും പറഞ്ഞു. ഭിക്ഷുകിയായ തവ വസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനും എന്നുടെ താതനല്ലോ. നിങ്ങൾ ഭിക്ഷയ്ക്ക് വരികയില്ലയോ ഈ ഗുരു ശുക്രാചാര്യർ? അപ്പോൾ എൻ്റെ താതനല്ലേ നിനക്ക് വസ്ത്രവും ഭക്ഷണമൊക്കെ തരുന്നു വിടുന്നത്. ഇരന്ന് വന്നു മമ മന്ദിരേ പാർക്കുന്ന നീ പറഞ്ഞ മൊഴി കേട്ടാൽ പുറത്തിടാമോ ഞാനും? ശർമ്മിഷ്ഠ പറഞ്ഞു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇവിടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഇരന്നാണ് ഇതെല്ലാം കഴിച്ച് ഞങ്ങളുടെ മന്ദിരേ അങ്ങനെ പാർക്കുന്നു, ഇരന്നിരന്ന് ഇരിക്കുന്നതാണ് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇത്തരം പലവിധം പറഞ്ഞു. പിന്നെ ഗുരു പുത്രിയെ കൂവേ തള്ളിവിട്ടവൾ പോയിടാൻ. ഇത്രയെല്ലാം ശർമ്മിഷ്ഠ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം ശർമ്മിഷ്ഠ തിരിച്ചും ഇങ്ങനെയെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട്, എന്നിട്ട് ദേഷ്യം സഹിക്കാൻ മേതുകൊണ്ട് ശർമ്മിഷ്ഠ എന്ത് ചെയ്ത് തള്ളി കിണറ്റി കൂടെ അങ്ങിട്ട് പോയി. വേണ്ടുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്നിട്ട് അധികപ്പറ്റായിട്ട് എന്ത് ചെയ്തു? കിണറ്റി തള്ളിയിട്ടു. ആര്യ? ഗുരുപുത്രിയെ, അത് ശുക്രാചാര്യരുടെ പുത്രിയെ. അവരുടെ വസ്ത്രമാണ് ശർമ്മിഷ്ഠ എടുത്ത് കൊടുത്തത്. പക്ഷേ ഇവർക്ക് എങ്ങനെ ഉണ്ടാകുന്നതാണ് ശർമ്മിഷ്ഠ പറഞ്ഞത്. എല്ലാം എൻ്റെ പിതാവല്ലയോ നിങ്ങൾക്ക് തരുന്നത്
വന്നിരുന്ന് യാചിച്ചൊക്കെ അല്ലയോ നിങ്ങൾ കൊണ്ടുപോകി ആഹാരവും വസ്ത്രമൊക്കെ നിനക്ക് തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിനക്ക് പറയാൻ, നിൻ്റെ ഈ വാക്കുകൾ പറയാൻ ഇങ്ങനെയൊക്കെ കൊള്ളുമെങ്കിൽ ലജ്ജ തോന്നുന്നു. ഇത് പറഞ്ഞും കൊണ്ട് കിണറ്റിൽ തള്ളിയിട്ട് ശർമ്മിഷ്ഠ പോയി. നമുക്ക് ഇനി അതിൻ്റെ ശേഷം വായിക്കാം, കണ്ട് വായിക്കാം. അതായത് ഇനിയാണ് നിങ്ങൾക്ക് ഇവിടം വരെ ഇതെല്ലാം വായിച്ചതാ. ഇത്തരം പലവിധം പറഞ്ഞു പിന്നെ ഗുരുപുത്രിയെ, അതായത് ദേവയാനിയെ കൂപേ തള്ളിവിട്ടവൾ പോയിടിനാൾ. കൂപേശ കിണറ്റില്. അന്നേരം യയാതിയും മൃഗയാ വിവശനായി ചെന്നിതു. കൂപത്തിൻ്റെ സന്നിധവും ജലാർത്ഥിയായി വേട്ടയാടിയിട്ടൊക്കെ ഈ യയാതി രാജാവ് വന്നു. എങ്ങനെയാ, വെള്ളം ദാഹം വന്നിട്ട് കൂപത്തിൽ കിണറ്റിനടുക്കൽ വന്നു. അന്ധകൂപത്തിൽ ഒരു നാരിയെ കണ്ടു നൃപൻ. ബന്ധുവത്സലൻ ആർത്തരക്ഷണ ദയാപരൻ. നഗ്നയാം അവൾക്കൊരു വസ്ത്രവും നൽകി നൃപൻ. അതായത് അന്ധകൂപം വെച്ചാൽ കിണറ്റിനകത്തോട് നോക്കുമ്പോൾ എന്താ ഇരുട്ടാണ്. അപ്പോൾ അവിടെ ഒരു വസ്ത്രമില്ലാതെ ഒരു നാരി നിൽക്കുന്നതായിട്ട് തോന്നിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു വസ്ത്രം കൊടുത്തു. ആരാ, ഈ യയാതി. ബന്ധുവത്സലനാണ്, ആർത്തരക്ഷകൻ, എല്ലാവരെയും രക്ഷിക്കുന്ന ആളെയാണ്, ദയുള്ള ആളാണ്. അതുകൊണ്ട് എന്ത് വന്നു, നഗ്നയാം അവൾക്കൊരു വസ്ത്രവും നൽകി നൃപൻ. അഗ്രഹസ്തത്താൽ കൂവേ നിന്നുടൻ കരയേറ്റിനാൻ. കൈകളുടെ അറ്റം കൊണ്ട് പിടിച്ച് ദേവയാനിയുടെ കൈക്ക് പിടിച്ച് ഇദ്ദേഹം കൈ കൊണ്ട് പിടിച്ച് കൂവയെ കിണറ്റിൽ നിന്ന് കരയേറ്റിനാൻ. ഭൂപതിയോട് ദേവയാനിയും ചൊല്ലിയിടിനാൾ. അങ്ങനെ കരയ്ക്ക് കയറിയപ്പോൾ ഭൂപതിയോട്, ഈ രാജാവായ യയാതിയോട് ദേവയാനി പറയുന്നു, ആപൽക്കാലത്ത് മമ ജീവനെ രക്ഷിക്കയും എന്നുടെ പാണി ഭവാൻ ഗ്രഹിക്കൊണ്ടും ഓർത്താൽ എന്നുടെ ഭർത്താവായി വന്നിതു. ഭവാൻ നൂനം, എൻ്റെ കൈക്ക് പിടിച്ച് കരകയറ്റി ആപത്തിൽ രക്ഷിച്ചു, അതുകൊണ്ട് എൻ്റെ ഭർത്താവായി വരണം. ജീവപുത്രനാം കുചൻ തന്നുടെ ശാപം കൊണ്ട് കേവല ദ്വിജൻ മമ ഭർത്താവായി വരാനൂനം. ജീവൻ എന്ന് വെച്ചാൽ വ്യാഴം, അതായത് ഗുരു ആണ്, ബൃഹസ്പതിയാണ് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി, നമുക്ക് വ്യാഴമെന്നും പറയാം. അങ്ങനെ ആ ബൃഹസ്പതിയുടെ മകൻ ആരാ, കൂചൻ അല്ല കാച്ചൻ. ബൃഹസ്പതിയുടെ മകനായ കാച്ചൻ ശപിച്ചു ഈ ദേവയാനിയെ. ഈ ദേവയാനിയെ ശപിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല, എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ എന്തായാലും ശാപം കിട്ടി. വിപ്രന്മാർ വന്ന് വിവാഹം കഴിക്കരുതെന്നാണ് ഇത് പറഞ്ഞാണ് എനിക്ക് മനസ്സിലാവുന്നത്. ജീവപുത്രനാ കശൻ തന്നോട് ശാപം കൊണ്ട് കേവലം ദ്വിജൻ മമ, ദ്വിജൻ വെച്ചാൽ ബ്രാഹ്മണർ, അതായത് വിപ്രന്മാർ, മമ എന്നെ, അതായത് ദേവയാനിയെ ഭർത്താവായി വരുത്തില്ല എന്ന് ശപിച്ചു. അപ്പം ഭർത്താവായി വരുത്ത ശപിച്ചാൽ എന്ത് വരും, വിപ്രന്മാർ വിവാഹം കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിപ്രന്മാർക്കാണ് ദേവയാനി വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരുമ ഇവിടെ. അതുകൊണ്ട് കൈക്ക് പിടിച്ച് കരകയറ്റിയ ഈ യയാതി അതുകൊണ്ട് രാജകുമാരനാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, എനിക്ക് ഭർത്താവായി വരണം, എന്നെ ആപത്തിൽ രക്ഷിച്ച ആളാണ് എന്ന് പറഞ്ഞു. എനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട് കചൻ്റെ, എന്നെ ദ്വിജന്മാർ വിവാഹം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ദൈവത്താൽ വരുത്തിയ സംബന്ധം ഇത് നമ്മിൽ ദൈവകൽപിതം ആർക്കും നീക്കുവാനരുതല്ലോ. അതുകൊണ്ട് ദൈവകൽപിതമാണ്, അത് നീക്കാൻ ആർക്കും പാടില്ല, വരത്തില്ല. ഇത്തരം വാക്കുകേട്ടു ഭൂപനും ദൈവഗതി ചിത്തത്തിൽ നിരൂപിച്ചു ചൊല്ലിനാൻ മധുരമായി. അദ്ദേഹം അപ്പോൾ ചിന്തിച്ച് ദൈവഗതി ആണെങ്കിൽ ദൈവം എന്താണെന്നൊരു ചിന്ത വന്നു. ആർക്കാ, യയാതിക്ക്. അത് സത്യമായിരിക്കും, ഞാൻ പാണി പിടിച്ച കരകയറ്റി വസ്ത്രവും കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇത് രണ്ടും ഒരു ഭാര്യയ്ക്ക് മുന്നേ കൊടുക്കേണ്ട കാര്യങ്ങൾ. പാണി ഗ്രഹണം ചെയ്യുന്നത് പോലെ കൈക്ക് പിടിച്ച് കരകയറ്റി വസ്ത്രവും കൊടുത്ത്, അതൊക്കെ ചിന്തിച്ചെന്നാൽ ഇത് ദൈവഗതമായിരിക്കും എന്ന് ഈ രാജകുമാരനും ചിന്തിച്ചിട്ട് എന്ത് വന്ന് മധുരമായി പറയുന്നു യയാതി. സുന്ദരി തവ താതൻ ഭാർഗവൻ തന്നെ മമ തന്നിടുന്നാകിൽ അത് സമ്മതം നമുക്കടോ. ഭാർഗവൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ പേര് ഭാർഗവൻ എന്നും ഭൃഗു എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുന്ദരി, തന്നുടെ താതൻ ശുക്രൻ എനിക്ക് അങ്ങ് തരുന്നെങ്കിൽ എനിക്ക് സമ്മതം തന്നെയാണ് എന്ന് പറഞ്ഞു. എന്ന് ഉര ചെയ്തു നൃപൻ ഗമിച്ചോരനന്തരം. അങ്ങനെ പറഞ്ഞിട്ട് നൃപൻ പോയി. സുന്ദരി ദേവയാനി തത്ര പോയി നിൽക്കുന്നേരം പുത്രിയെ കാണായികയാൽ തിരഞ്ഞു ശുക്രൻ താനും. പുത്രിയെ കാണാൻ സമയം പോയി ഇങ്ങനെ ഇവർ കിണറ്റിലായി പോയില്ലയോ. ഈ യയാതി നൃപൻ വന്നില്ലായിരുന്നെങ്കിലോ അപ്പോഴും കരകയറത്തില്ല.
പക്ഷേ ഒരുപാട് സമയം പോയപ്പോൾ പിതാവായ ശുക്രാചാര്യർ ഈ ദേവയാനെ തിരക്കി നടക്കുവാണ്. പുത്രിയെ കാണായികയാൽ തിരഞ്ഞു ശുക്രൻ താനും. തത്ര ചെന്നപ്പോൾ കരഞ്ഞ് എത്രയും ദുഃഖത്തോടും വാർത്തകൾ താതനോട് വിസ്തരിച്ചുര ചെയ്താൾ. അങ്ങനെ തത്ര അവിടെ ചെന്നപ്പോൾ കരഞ്ഞോണ്ട് നിൽക്കുന്ന ദുഃഖത്തോട് ആരാ? ദേവയാനി. വാർത്തകളൊക്കെ പിതാവിനോട് പറഞ്ഞു വിസ്തരിച്ചു. അപ്പോൾ ആർത്തി പൂണ്ടിയതു ശുക്രൻ വാർത്തകൾ കേട്ട നേരം നിന്ദിച്ചു പുരോഹിത വൃത്തിയെ പുത്രിയോടും ഒന്നിച്ചു. അങ്ങനെ നിന്ദിച്ചല്ലോ ഇത്രയെല്ലാം ശുക്രാചാര്യരുടെ മകളെയും അവരെ ഇദ്ദേഹത്തെ അത്രമാത്രം നിന്ദിച്ചല്ലയോ ഈ ശർമ്മിഷ്ഠ. അങ്ങനെ എന്തുവെന്ന് പുരോഹിത വൃത്തിയെ പുത്രിയോട് ഒന്നിച്ച് ദൈത്യഗൃഹേ നിന്നോട് പുറപ്പെട്ടു. അതായത് ശുക്രാചാര്യരുടെ ഗൃഹത്തിൽ നിന്ന് എവിടേക്ക് പോയി? ഈ വൃഷഭർവാവിൻ്റെ വീട്ടിലെ ശർമ്മിഷ്ഠ ഉണ്ടല്ലോ, മകളല്ലയോ, അവിടേക്ക് പോയി. പുത്രിയെ കൊണ്ടുപോയി. ദേവയാനി ശുക്രാചാര്യരുടെ അവിടേക്ക് ചെന്നു. വാർത്തകൾ കേട്ടു വൃഷഭർവാവും ഭയം പൂണ്ട്. എന്നുവെച്ചാൽ ശുക്രാചാര്യൻ ശപിച്ചാലോ, ഗുരുവല്ലേ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവയാനി പിതാവിനോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ വാർത്തകളൊക്കെ കേട്ട് വൃഷഭർവാവ് ദാനവന്മാരുടെ ഇന്ദ്രനായ വൃഷഭർവാവ് ഭയം പൂണ്ട് കാൽത്തളിരിങ്കൽ വീണ് ശുക്രനോട് അപേക്ഷിച്ചാൻ. പാദത്തിൽ വീണ് നമസ്കരിച്ചു. അന്നേരം ഭൃഗുപുത്രൻ ചൊല്ലിനാൻ, മമ പുത്രി തന്നെ നീ സന്തോഷിപ്പിച്ചിടുകെന്ന്. എനിക്കല്ല വിഷമം, എൻ്റെ മകൾക്കാണ്. അതുകൊണ്ട് നീ മകളോട് എൻ്റെ പുത്രിയെ സന്തോഷിപ്പിക്കൂ എന്ന് ഈ വൃഷഭർവാവിനടുത്ത് ശുക്രാചാര്യർ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ചെന്നുടൻ ദേവയാനി തന്നുടെ കാൽക്കൽ വീണു ഈ വൃഷഭർവാവ്. അപ്പോൾ പുത്രിക്കാണല്ലോ വിഷമം, അതുകൊണ്ട് പുത്രിയെ പോയി സന്തോഷിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വൃഷഭർവാവ് ചെന്ന് ദേവയാനിയുടെ കാൽക്കൽ വീണു. സുന്ദരിതാനും അപ്പോൾ അവനോട് ഉര ചെയ്താൾ. അപ്പോൾ ദേവയാനി പറഞ്ഞു, ആരടുത്ത? ശർമ്മിഷ്ഠയുടെ ആ പിതാവാണ് വൃഷഭർവാവ്. വൃഷഭർവാവിനടുത്ത് പറഞ്ഞു, നിന്നുടെ പുത്രി തന്നെ സഹിമാരോടും ഭവാൻ എന്നോട് ദാസിയായിട്ട് അയച്ചിടുക വേണം. അതായത് നിന്നുടെ പുത്രി ശർമ്മിഷ്ഠയ്ക്ക് എത്രമാത്രം ദാസിമാരുണ്ട്, അവർ അത്രമാത്രം രാജാക്കന്മാരല്ലേ. അതുകൊണ്ട് ശർമ്മിഷ്ഠയ്ക്ക് സഹസ്രം സഹിമാരുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അവരുമായിട്ടാണ് നദിയിൽ ക്രീഡ ചെയ്യാൻ പോയത്. അപ്പോൾ ഇത്രയും ദാസിമാരും ഈ പുത്രിയെയും കൂടെ ഈ ദേവയാനിയുടെ ദാസിയായിട്ട് അയക്കണം എന്ന് ഈ വൃഷഭർവാവിനടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെ അയച്ചാൽ എങ്കിൽ ഞാൻ സന്തോഷിച്ചേൻ. അങ്ങനെ എനിക്ക് ദാസിയായിട്ട് മകളെയും ദാസിമാരെയും കൂടെ എനിക്ക് തന്നാൽ, എൻ്റെ ദാസിയായാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. അത് കേട്ട നേരം സങ്കടം പൂണ്ട് വൃഷഭർവാവാം അസുരേന്ദ്രൻ. അങ്ങനെ കേട്ടപ്പോൾ വൃഷഭർവാവിന് എന്ത് സങ്കടമായി. ഒരു മകളും ഇത്രയും ദാസിമാരുമായിട്ട് ജീവിക്കുന്ന ഒരു മകൾ, 1000 സഹസ്രം സഹിമാരുമായിട്ട് സുഖിച്ച് കഴിയുന്ന ശർമ്മിഷ്ഠ. ആ ശർമ്മിഷ്ഠയെ ദേവയാനിക്ക് ദാസിയായി കൊടുക്കണം. ഒരു പിതാവ് പോരെങ്കിൽ ദാനവ ഇന്ദ്രനും കൂടെയാണ്, ദാനവന്മാരുടെ ഇന്ദ്രനാ. ഈ നമുക്ക് ദേവലോകത്ത് ഇന്ദ്രനുള്ളതുപോലെ ർക്കും ഉണ്ട് ഇന്ദ്രൻ. അതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ ഇങ്ങനെ ദാസിയായിട്ട് വിടണം. ഗുരുവിൻ്റെ പുത്രിക്കാണ് ദാസിയായിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ സങ്കടം കൊണ്ട് വൃഷഭർവാവാം അസുരേന്ദ്രൻ. സൗണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. തന്നുടെ മൂലം ദൈത്യജനങ്ങൾക്ക് എല്ലാവർക്കും വന്നൊരു ദുഃഖം കണ്ടു. ആരാ? ശർമ്മിഷ്ഠയ്ക്ക് മനസ്സിലായി, ഞാൻ മുഖാന്തരം ഈ ശർമ്മിഷ്ഠ ഇങ്ങനെല്ലാം കിണറ്റിലെല്ലാം ഈ ദേവയാനിയെ തള്ളി വിട്ടതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ മുഖാന്തരമാണല്ലോ ഈ ദൈത്യ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ദാനവേന്ദ്രൻ്റെ, അതായത് വൃഷഭർവാവിൻ്റെ ബാക്കി അവിടെ അംഗങ്ങൾ ഒത്തിരി ദൈത്യന്മാരില്ലേ, അവർക്കൊക്കെ ഇത് നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ മുഖാന്തരമാണല്ലോ ഇത് സംഭവിച്ചത്, ഈ ഒരു ദുഃഖം. അതുകൊണ്ട് തന്നുടെ മൂലം, അതായത് ശർമ്മിഷ്ഠ മൂലം ദൈത്യജനങ്ങൾക്ക് എല്ലാവർക്കും വന്നൊരു ദുഃഖം കണ്ട് ശർമ്മിഷ്ഠദാനം ചൊന്നാൾ. എന്താ പറഞ്ഞെന്ന് നോക്കാം. പോകുന്നീനെങ്കിൽ ഞാനും ദാസിയായി മടിയാതെ, ഞാൻ അങ്ങനെ അവരുടെ ദാസിയായിട്ട് പൊക്കോളാം, എങ്കിൽ ഞാൻ പോകാം. അതായത് ദാസിയായി മടിയാൻ എനിക്കൊരു വിഷമവുമില്ല, ഞാൻ പൊയ്ക്കൊള്ളാം. ശോകവും തീർന്ന് താതൻ സുഖമായി വസിച്ചാലും അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. താതൻ അതോർത്ത് സങ്കടപ്പെടാതെ സുഖമായി കഴിയുക എന്നുര ചെയ്തു നിജ ദാസിമാരോടും കൂടി ചെന്നവൾ ദേവയാനി ദാസിയായി മേവീടിനാൾ. അങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ അടുത്ത് ചെന്ന് ദാസിയായിട്ട് കഴിയുന്നു. ശുക്രനും പ്രസാദിച്ചു തത്രൈവ വാണു. പിന്നെ ഉൽപ്പലാക്ഷിയാൻ ദേവയാനിയും സന്തോഷിച്ചാൾ. അങ്ങനെ ശുക്രനും, അതായത് പിതാവായ ശുക്രാചാര്യർക്കും സന്തോഷമായി. ഗുരുവാണ്. അപ്പോൾ എന്നുവെച്ചാൽ
ഈ ആരുടെ ഗുരുവാണ്? ഈ ശർമ്മിഷ്ഠയുടെ പിതാവിൻ്റെ, അത് ദാനവേന്ദ്രൻ്റെ ഗുരുവാണ്. അപ്പോൾ ആചാര്യനും സന്തോഷമായി, ദേവയാനിക്കും സന്തോഷമായി. ആര്? ഈ ശർമ്മിഷ്ഠ ദാസിയായി ചെന്നപ്പോൾ. അങ്ങനെ തത്രൈവ സന്തോഷമായിട്ട് വാണു. അന്ന് ഒരു വിധി ശുക്രനുണ്ടാക്കി യയാതിക്ക്. യയാതി വിവാഹം കഴിക്കാനായിട്ട് ആലോചിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ ശർമ്മിഷ്ഠ രാജകുമാരി, ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയാണ്. അപ്പോൾ യയാതിയും രാജാവാണ്. അതുകൊണ്ട് രാജാക്കന്മാർ രാജാക്കളെയല്ലേ കെട്ടുള്ളൂ. അപ്പോൾ ഈ ശുക്രാചാര്യൻ നേരത്തെ കൂട്ടി തന്നെ യയാതിക്കൊരു വാക്ക് കൊടുത്തു. അന്നൊരു വിധി ശുക്രനുണ്ടാക്കി യയാതിക്ക്. തന്നെ പുത്രി തന്നെ കൊടുത്തു ചൊല്ലിയിടിനാൻ. ഈ ദേവയാനിയെ യയാതിക്ക് കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ പറയുന്നു. കാരണം യയാതി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പുത്രിയെ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് ദേവയാനിയും ദാസിമാരുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് യയാതിയുടെ കാര്യം വന്ന വിവാഹത്തിനുള്ള. അപ്പോൾ യയാതിക്ക് ഈ പുത്രിയെ കൊടുത്തിട്ട് പറഞ്ഞു, ശർമ്മിഷ്ഠാദികളായ ദാസിമാരോടും ഭവാൻ ധർമ്മപത്നിയെ കൊണ്ട് ഗമിക്കുക വൈകിടാതെ. അതായത് ഈ പുത്രിയെ കൊടുക്കുമ്പം കുറേ ദാസിമാരും ശർമ്മിഷ്ഠയുണ്ട് ദാസികളായിട്ട്. അപ്പം യയാതിയുടെ കയ്യിൽ ഈ ദേവയാനിയെ കൊടുക്കുമ്പോൾ ആരെ കൂടെ കൊടുക്കണം? ശർമ്മിഷ്ഠയെ ആയ ദാസിയെയും അവരുടെ ദാസിമാരെയും. അപ്പോൾ ശർമ്മിഷ്ഠയാണ് യഥാർത്ഥ ദാസി, ആരുടെയാ? ദേവയാനിയുടെ. എന്നിട്ട് അവർക്കൊരു 1000 സഹസ്രം തോഴിമാരുണ്ട്, അത് ദാസിമാരുണ്ട്. അവരെ എല്ലാവരുടെ ചേർത്ത് യയാതിക്ക് കൊടുത്തു. കാരണം ദേവയാനിക്ക് ഈ ദാസിമാരെ വേണമല്ലോ. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ധർമ്മിഷ്ഠാദികളായ ശർമ്മിഷ്ഠാദികളായ, അതായത് ശർമ്മിഷ്ഠയുടെ കൂടെ സഹസ്രം ദാസികളെല്ലാം കൂടെ ചേർന്ന് ആ ദാസിമാരോടും ഭവാൻ ധർമ്മപത്നിയെ കൊണ്ട് ഗമിക്കുക വൈകിടാതെ. അതുകൊണ്ട് നിങ്ങൾ യയാതി പിന്നെ ദേവയാനിയും കൊണ്ട് പൊയ്ക്കോളൂ. ഈ ദാസിമാരുമായിട്ട്, അതായത് ശർമ്മിഷ്ഠയായിട്ടുള്ള കുറേ ദാസിമാരുണ്ട്, അവരെയും കൂടെ കൊടുത്തിട്ട് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂടെ യയാതി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. വൈകിടാതെ എന്നുമേ ശർമ്മിഷ്ഠയോട് ഒന്നിച്ച് വസിക്കരുത്. ഈ ഒരു വിധി എന്താ കൽപ്പിച്ചേക്കുന്നത്? ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, ഒരിക്കലും ശർമ്മിഷ്ഠയോട് ഒന്നിച്ച് വസിക്കരുത് എന്നത് കേട്ട് നൃപൻ വന്ദിച്ച് നടകൊണ്ടാൻ. അതായത് രാജകുമാരിയാണല്ലോ ദാസിയായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ശർമ്മിഷ്ഠയുമായിട്ട് ഈ രാജാവ് വസിക്കരുത്. പല വീട്ടുകളിലും ഭാര്യയും കണ്ടിട്ട് വീട്ടുവേലക്കാരിയെ വരെ ഗൃഹനാഥൻ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ സംഭവിച്ചു പോകുന്ന നേരത്തെ കൂട്ടി തന്നെ ശുക്രാചാര്യൻ മനസ്സിലായിട്ട് പറഞ്ഞ് ഒരിക്കലും ശർമ്മിഷ്ഠമായിട്ട് വസിക്കരുത് ഈ രാജാവ്, ഈ നൃപൻ. അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നൃപൻ വന്ദിച്ച് നടകൊണ്ട. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് വന്ദിച്ച് തൊഴുതുകൊണ്ട് മരുമകനായ ഈ രാജകുമാരൻ പോയി. രാജധാനിയിൽ ചെന്ന് ഭാര്യയോടൊത്ത് ദേവരാജ തുല്യനാം നൃപൻ സുഖിച്ചു വാണിടിനാൻ. ദേവയാനിയുമായിട്ട് നന്നായി സുഖിച്ചു വാണു. ഗർഭമുണ്ടായി വന്നു ദേവയാനിക്ക്. പുനരർഭകനുണ്ടായി വന്നു യദു എന്ന ആഖ്യയോട്. യദു എന്നാണ് പേര്. അപ്പോൾ യയാതിക്കും ദേവയാനിക്കും ഒരു മകനുണ്ടായി, യദു. പിന്നെ തുർവശു എന്ന് ഉണ്ടായാൻ ഒരു പുമാൻ. അത് കഴിഞ്ഞിട്ട് തുർവശു എന്ന് പറഞ്ഞ ഒരു പുമാനും കൂടെ ജനിച്ചു. സുന്ദരി ശർമ്മിഷ്ഠയും അത് കണ്ട അനന്തരം. അങ്ങനെ 2 മക്കളും വന്നപ്പോൾ ശർമ്മിഷ്ഠ ഒരു രാജകുമാരി ഇത് കണ്ടപ്പോൾ അവരുടെ ഉള്ളത്തിനകത്തൊരു പിടപ്പ് കണ്ടു കാണും. അവരുടെ വിവാഹമൊന്നും ഇല്ലല്ലോ ഈ ശർമ്മിഷ്ഠ ദാസിയെ. അപ്പോൾ സുന്ദരി ശർമ്മിഷ്ഠയും അത് കണ്ട അനന്തരം നൃപനെ ഒരു ദിനം രഹസ്യമായിട്ട് വരിച്ചു. ഇത് ദയുള്ള ഒരു നൃപനായി യയാതി, ദാനശീലനാണ്. അപ്പോൾ എന്ത് വന്ന് പിന്നെ ഈ ശർമ്മിഷ്ഠ ഒരു രാജകുമാരിയാണ്, ഒരു തോഴിയായിട്ട് വരേണ്ട ഒരു ഗതികേട് വന്നല്ലോ. ഇതൊക്കെ ഓർത്തപ്പോൾ ഒരു ദയ തോന്നി ഈ യയാതിക്ക്. അതുകൊണ്ട് എന്ത് വന്ന് നൃപനെ ഒരു ദിനം, ശുക്രാചാര്യ പറഞ്ഞേക്കെന്താ ഒരു ദിവസം പോലും വസിക്കരുതെന്നാണ്. പക്ഷേ ഇദ്ദേഹം രഹസ്യമായിട്ട് ഈ പെണ്ണിൻ്റെ പേര് ശർമ്മിഷ്ഠ വരിച്ചു, എന്ന് വെച്ചാൽ സ്വീകരിച്ചു. നൃപനും ധർമ്മമോർത്ത് രമിച്ചാൻ അവളോടും, ധർമ്മത്തെ ഓർത്തിട്ട്. കാരണം ഒരു പെൺകുട്ടിയല്ലേ, എന്തായാലും എത്രയോ ഉള്ള കാലവും ദേവയാനിക്കുള്ള ദാസിയായിട്ടിരിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ചെയ്ത് വിഷമോർത്ത് ദാനം ഒരു ധർമ്മമോർത്ത് അവളെ കൂടെ രമിച്ചു ഈ നൃപൻ. നന്ദനന്മാരും 3 പേർ അവൾക്കുണ്ടായി വന്നു. അപ്പോൾ 3 മക്കളും അവർക്കുണ്ടായി. മുന്നം ദ്രുഹുവും അനുദ്രുഹുവും പൂരും. എന്തൊക്കെയാ പേര്? ദ്രുഹുവും അനുദ്രുഹുവും പൂരുദാനും. അങ്ങനെ 3 മക്കൾ. അപ്പം മറ്റേ 2 ദേവയാനിക്ക്. ഇതില്ലാണ്ട് 5 മക്കളുണ്ട്. വൃത്താന്തം അറിഞ്ഞതു ദേവയാനിയും. അപ്പോൾ ഈ വൃത്താന്തം ദേവയാനി എങ്ങനെയോ അറിഞ്ഞ്
ചിത്തകോപേന ശുക്രസന്നിധോ ചെന്നിടിനാൻ. ഉടനെ മനസ്സ് കോപിച്ചും കൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ആരാ? ദേവയാനി. പരിഭവം പറയാൻ. സാമവാക്യങ്ങൾ ചൊല്ലി പിന്നാലെ ചെന്നാൻ നൃപൻ സമാധാനപ്പെടൂ എന്നൊക്കെ സന്തോഷമായിട്ടുള്ള സ്നേഹത്തോടെ സാമവാക്യച്ച ദേഷിക്കാതെ മധുരമായി അങ്ങനെ പറയല്ലേ, ചെന്ന് അച്ഛനോട് പറയല്ലേ എന്നൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നൃപൻ കൂടെ ചെന്നു. കാമിനി ദേവയാനി പിന്തിരിഞ്ഞതുമില്ല. ദേവയാനിക്ക് ഒട്ടും കൂട്ടാക്കിയില്ല. അവള് ചെന്ന് പിതാവിനോട് പറഞ്ഞു. വൃത്താന്തം കേട്ടു ശുക്രൻ നൃപനോട് അരുൾ ചെയ്താൻ. അപ്പോൾ ഈ വൃത്താന്തം ദേവയാനി പറഞ്ഞപ്പോൾ പിതാവ് ശുക്രൻ നൃപനോട് പറഞ്ഞു, രാജാവിനോട് യയാതിയോട് പറഞ്ഞു, സത്യലംഘനം ചെയ്ത ദുർമതേ, നിനക്കിപ്പോൾ വന്നിടും ജരാനരയെന്ന് അത് കേട്ടു. നൃപൻ, അങ്ങനെ നീ സത്യത്തെ ലംഘിച്ചു ഞാൻ പറഞ്ഞ വാക്ക് നീ പാലിക്കാതെ നീ അവളോടൊപ്പം, അത് ശർമ്മിഷ്ഠയോടൊപ്പം നീ രമിച്ചു, അവിടെ കുഞ്ഞുങ്ങളുമായി. അപ്പോൾ അത് സത്യലംഘനം ചെയ്ത ദുർമതേ, നിനക്ക് ഇപ്പോൾ തന്നെ വന്നിടെന്താ ജരാനര എന്നത് കേട്ടപ്പോൾ നൃപൻ എന്ത് ചെയ്തു? വന്ദിച്ചു ചൊന്നാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, മമ കുറ്റമല്ലേത് മുനി, അത് എൻ്റെ കുറ്റമല്ല മഹർഷേ മുനി. എന്താ പിന്നെ ഓർക്കിലോ ദൈവഗതി എന്നതേ പറയാവൂ. ഇത് ദൈവഗതിയാണ്. കാരണം അദ്ദേഹത്തിന് ദയ കൊണ്ട് തോന്നിയ ഒരു കാര്യമാണ്. അത് ഈശ്വരനും തോന്നൂല, അങ്ങനെ ഒരു ദയുള്ള ഭഗവാനല്ലയോ. അതുപോലെയാണ് ഇദ്ദേഹവും. മറ്റൊന്നും ചിന്തിച്ചിട്ടോ ദേവയാനിയെ വേണ്ടാഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരു കുട്ടി എത്രയോ വർഷം ഒരാളുടെ മരണം വരെ ഇങ്ങനെ ദാസ്യത കഴിയുമ്പോൾ എന്തുമാത്രം വേദന എൻ്റെ ഉള്ളിലുണ്ടെന്ന് കരുതിയിട്ട് അവന് 1-2 കുഞ്ഞുങ്ങളായ അത്രയും സന്തോഷം കരുതി സഹായിച്ചു എന്നുള്ളത് വളരെ അഹങ്കാരിയായിട്ടൊന്നും ചെയ്തതല്ല. അപ്പോൾ ഓർക്കിലോ ദൈവഗതി എന്നതേ പറയാവൂ. പാർക്കിലോ മമ ശാപം പുത്രിക്കും ദുഃഖമല്ലോ. ഇത് ഓർത്താൽ എനിക്ക് തന്ന ഈ ശാപം പുത്രിക്കും ദുഃഖമാണല്ലോ. കാരണം ഞാൻ ജരാനരയെ പിടിച്ച് ഈ ദേവയാനിയും കൊണ്ട് നടക്കണ്ടേ, അപ്പം വയസ്സനെയും കൊണ്ട് നടക്കാം, പുത്രിക്ക് ദുഃഖമല്ലേ എന്ന് യയാതി പറഞ്ഞപ്പോൾ, എങ്കിലോ സുതരോടും യൗവനം വാങ്ങിക്കൊണ്ട് സങ്കടം തീർന്ന് രമിച്ചെടുക്കുക പുത്രിയോടും. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഈ 5 മക്കളുണ്ടല്ലോ, 1 2 1 3 അപ്പോൾ 3 2 5 മക്കളുണ്ട്. അപ്പോൾ ഈ മക്കളോട് യൗവനം അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് ഈ ജരാനര കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. 5 മക്കളിൽ ആരെങ്കിലും ഏൽക്കും എന്ന് കരുതി. അപ്പോൾ ജരാനര ഏതെങ്കിലും ഒരു മകന് കൊടുക്കണം. കൊടുത്തിട്ട് അവരുടെ യൗവനം ഈ പിതാവ്, അത് യയാതി തിരിച്ച് വാങ്ങിക്കണം. എന്നെങ്കിലും ഇയാൾക്ക് മടുപ്പ് തോന്നുമ്പം ഈ യൗവനം തിരിച്ച് ആ കുട്ടിയെ കൊടുത്തിട്ട് ഈ ജരാനര തിരിച്ച് വാങ്ങിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാക്കി നല്ലതാണ് വായിക്കാൻ. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നല്ലൊരു കഥയായത്. നടന്ന സംഭവങ്ങളാണ്, ശുക്രാചാര്യരൊക്കെ ഉള്ളതാണല്ലോ. പക്ഷേ കഥയൊന്നും അല്ല, ഇത് സത്യമായ കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.